എടാ ഞാൻ റീസെന്റ് വായിക്കാൻ തുടങ്ങിയ ഒരു ബുക്കാട്ടോ അത് അറ്റോമിക് ഹാബിറ്റ്സ്. ഇതിലൊരു പോർഷൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണം തോന്നി. ആ പോർഷന്റെ പേര് എന്താണ് പുരോഗതി, വാട്ട് ഈസ് പ്രോഗ്രസ്. ഇതൊരു 2 എക്സാമ്പിൾസ് വെച്ചാണ് പറയുന്നത്. ഇത് നമുക്ക് ഭയങ്കര കണക്ട് ആവും. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ലൈക്ക് അത് എന്തെങ്കിലും ഒരു സ്കിൽ ആയിക്കോട്ടെ, പഠിത്തം, ഫിറ്റ്നസ്, സ്പോർട്സ് ഓർ എനിത്തിങ്, എന്തെങ്കിലും ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കുറെ എഫേർട്സ് ഇട്ട് ഒരു പോയിന്റിൽ ടയർഡ് ആയി പോയ ആൾക്കാരായിരിക്കില്ലേ നമ്മൾ. ലൈക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു സക്സസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇല്ല ഇതിനെ കൊണ്ട് നടക്കുന്ന പണിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാറുണ്ട്. ലെറ്റ് മി ടെൽ സ്റ്റോറി. 2 എക്സാമ്പിൾസ്. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ ഒരു ഐസ് ക്യൂബ് നമ്മളൊരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആ ടെമ്പറേച്ചർ കൂട്ടാൻ തുടങ്ങുന്നു. ലൈക്ക് ഒരു 27, 28 അങ്ങനെ കൂട്ടി കൂട്ടി വരുന്നു. 31 ഡിഗ്രി വരെ ഐസ് മെൽറ്റ് ആയില്ല. അറ്റ് 32 ഡിഗ്രി ഐസ് സ്റ്റാർട്ട്സ് ടു മെൽറ്റ്. പക്ഷെ അതിന്റെ അർത്ഥം ആ 32ാമത്തെ ഡിഗ്രി കൊണ്ട് മാത്രമാണ് ഐസ് മെൽറ്റ് ആയി എന്നല്ല. റൈറ്റ്, അത്രയും നേരം ഉണ്ടായിരുന്ന കംപ്ലീറ്റ് പ്രോസസ്സ് കാരണം 32ാമത്തെ ഡിഗ്രിയിൽ ഐസ് മെൽറ്റ് ആവാൻ തുടങ്ങി. രണ്ടാമത്തെ എക്സാമ്പിൾ ബാംബു. മുളയില്ലേ, നമ്മൾ മണ്ണിൽ നട്ട് ആദ്യത്തെ 5 വർഷം ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് വളരാൻ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഒരു വിത്തിൻ 6 വീക്സ് 90 ഫീറ്റ്സ് വളരും. ജസ്റ്റ് തിങ്ക് 90 ഫീറ്റ്സ്. സോ ടൈം എടുക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ സക്സസ് ആവില്ല എന്നല്ല എൻ്റെ അർത്ഥം. സോ നോട്ട് ജസ്റ്റ് സെറ്റിൽ ഫോർ ലെസ്. ഒരു 32 ഡിഗ്രി വരെയൊക്കെ നമുക്ക് കാത്തിരിക്കാം, റൈറ്റ്. പക്ഷെ മോസ്റ്റ് ഓഫ് എസ് എന്താ 27, 28 ഡിഗ്രി എത്തുമ്പോൾ നമ്മൾ ടയർഡ് ആവാറുണ്ട്. ബട്ട് ഡോണ്ട് ഗിവ് അപ്പ് ഫോർ യുവർ ഡ്രീംസ്. ജസ്റ്റ് ട്രൈ. എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ 32 ഡിഗ്രി എത്തും, അത് സക്സസ് ആകും. ഇറ്റ്സ് ജസ്റ്റ് മെൽറ്റ്. ഓക്കെ, അന്ന് നാട്ടുകാരും എല്ലാവരും പറയും അത് അവളുടെ ഭാഗ്യമാണ്, അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ, അങ്ങനെയൊക്കെ പറയും. ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ജസ്റ്റ് വർക്ക് ഫോർ യുവർ ഡ്രീംസ് ആൻഡ് ജസ്റ്റ് അച്ചീവ് ഇറ്റ്. ഓക്കെ, എനിക്ക് നിങ്ങളോട് ഇത് വായിച്ചപ്പോൾ എനിക്കിത് പറയണമെന്ന് ഇങ്ങനെ തോന്നി. ഇനി ഇത് വായിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ. വി വിൽ മീറ്റ്.